വെൽക്കം ടു ഓൾ. ബ്രില്യൻസ് അക്കാദമിയുടെ മറ്റൊരു കെമിസ്ട്രി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കുന്ന വേറെ TMA പോർഷനിൽ വരുന്നതാണ് കൊളോയിഡ്സ്. കൊളോയിഡ്സ് കഴിഞ്ഞ എക്സാം വരെ നിങ്ങൾക്ക് ഉള്ള പോർഷനായിരുന്നു. എക്സാം ഇപ്പം ബൈഫിക്കേഷൻ ചെയ്തതിന് ശേഷമാണ് കൊളോയിഡ്സ് നിങ്ങൾക്ക് TMA ആയിട്ട് മാറിയത്. അപ്പം കൊളോയിഡ്സ് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്കറിയാം. പാർട്ടിക്കിൾ സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ലെസ് ദാൻ രണ്ടിനെയും എന്താണ് നമ്മളെ ട്രൂ സൊല്യൂഷൻ്റെയും സസ്പെൻഷൻ്റെയും ഇടയിൽ വരുന്ന ഒരു കൊളോയിഡൽ സൈസ്, ഒരു സൈസിലുള്ള പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൊളോയിഡ്സ് എന്ന് പറയുന്നത്. ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ എ ട്രൂ സൊല്യൂഷൻ, കൊളോയിഡ് സൊല്യൂഷൻ ആൻഡ് സസ്പെൻഷൻ ആണ് ഇവിടെ. ഒരു ട്രൂ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 1 നാനോമീറ്ററിന് കുറവ് സൈസ് വരുന്ന പാർട്ടിക്കിൾസിനെയാണ് ട്രൂ സൊല്യൂഷൻ എന്ന് പറയുന്നത്. സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ ഇസ് ദ ഹോമോജീനസ് മിക്സർ ഓഫ് പാർട്ടിക്കിൾ സൈസ് ഗ്രേറ്റർ ദാൻ 1000 നാനോമീറ്റർ ആണ്. കൊളോയിഡൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ മിക്സറിലുള്ള പാർട്ടിക്കിൾസിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, 1 നാനോമീറ്റർ മുതൽ 1000 നാനോമീറ്ററിൻ്റെ ഉള്ളിലായിരിക്കും വരാം. ദെൻ ഫേസസ് ഓഫ് കൊളോയിഡൽ സൊല്യൂഷൻസ് ആണ്. കൊളോയിഡൽ സൊല്യൂഷന് 2 ഫേസസ് ആണ്. നമ്മൾ സൊല്യൂഷന് എന്താണ് സോൾവൻ സൊല്യൂട്ട് എന്ന് പറയും. അതേപോലെ കൊളോയിഡ്സിന് പറയുന്നതാണ് ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേർഷൻ മീഡിയം എന്നാണ് പറയാം. ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി കുറവുള്ളത്, ഡിസ്പേർഷൻ മീഡിയം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഡിസ്പേഴ്സ്ഡ് ഫേസിനെ എന്തിലാണോ ഡിസോൾവ് ചെയ്യുന്നത് അതിനെയാണ് ഡിസ്പേർഷൻ മീഡിയം എന്ന് പറയുന്നത്. ദെൻ അതിന് എക്സാമ്പിൾസ് ഇവിടെ ഉണ്ട്. കൺസിസ്റ്റ് ഓഫ് ഇറ്റ് ഇസ് ദ സബ്സ്റ്റൻസ് ദാറ്റ് പ്രസന്റ് ഇൻ സ്മോൾ proportion and consists of particle of colloidal size ഉള്ളതിനെയാണ് dispersed phase എന്ന് പറയുന്നത്. Dispersion medium എന്ന് പറഞ്ഞാൽ it is the medium in which the colloidal particles are dispersed. For example, in colloidal solution of sulfur in water, sulfur particle constitute the dispersed phase and water is the dispersion medium. Okay, അപ്പോൾ നമ്മൾ സൾഫറിനെ വാട്ടറിലേക്ക് ഡിസോൾവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് കൊളോയിഡ്സ് ആണ്. കൊളോയിഡ്സിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം ബിറ്റ്വീൻ ദ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ 2 ഫേസ് ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുമ്പോൾ 2 ഫേസ് ഉണ്ടെന്ന് പറഞ്ഞു കൊളോയിഡ്സിന്. അപ്പോൾ അതിൻ്റെ ഇൻട്രാക്ഷൻ വെച്ച് നമ്മൾ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ലയോഫിലിക് കൊളോയിഡ്സ് ആൻഡ് ലയോഫോബിക് കൊളോയിഡ്സ് ആണ്. ലയോഫിലിക് കൊളോയിഡ്സ് എന്നാൽ ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേർഷൻ മീഡിയം എന്ന് പറഞ്ഞാൽ തമ്മിൽ നല്ലൊരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. സ്ട്രോങ് അട്രാക്ഷൻ ബിറ്റ്വീൻ ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേർഷൻ മീഡിയം. ഫോർ എക്സാമ്പിൾ ആണ് ഗം, സ്റ്റാർച്ച്, പ്രോട്ടീൻസ് എക്സെട്ര എന്തിന് എക്സാമ്പിൾ ആണ്, ലയോഫിലിക് കൊളോയിഡ്സിന് എക്സാമ്പിൾ ആണ്. ലയോഫോബിക് കൊളോയിഡ്സിന് എക്സാമ്പിൾ ആണ് എന്തെന്ന് പറയുന്നത് സൾഫൈഡ്സ്, ഇൻഓർഗാനിക് സബ്സ്റ്റൻസ് ലൈക്ക് മെറ്റൽസ്, സൾഫൈഡ്സ് ഒക്കെയാണ്. ദർ ഈസ് എ ലിറ്റിൽ കുറച്ച് എന്താണ് അവർ തമ്മിൽ ഇൻട്രാക്ഷൻ വളരെ കുറവായിരിക്കും. ലയോഫിലിക് എന്ന് പറഞ്ഞാൽ ഫിലിക് എന്ന് പറഞ്ഞാൽ ലവ് എന്നാണ്, ലയോഫോബിക് എന്ന് പറഞ്ഞാൽ എന്താണ് ഹെയ്റ്റ് എന്നാണ് അതിൻ്റെ ഒരു വേർഡ് മീനിങ് എന്ന് പറയുന്നത്. ഇനി ഓൺ ദ ബേസിസ് ഓഫ് മോളിക്കുലാർ സൈസ്, നമ്മൾ സൈസിനെ അതിലുള്ള മിക്സറിലുള്ള മോളിക്യൂൾസിൻ്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്ത് ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ മാക്രോ മോളിക്കുലാർ കൊളോയിഡ്സ്, പിന്നെ മൾട്ടി മോളിക്കുലാർ കൊളോയിഡ്സ്, അങ്ങനെയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. മാക്രോ മോളിക്കുലാർ എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് അറിയാം, നമ്മുടെ നാഗ്ഡ് ആയിക്കൊണ്ട് ബിഗ് സൈസ് ആയിരിക്കും, നമ്മുടെ നാഗ് ആയിക്കൊണ്ട് തന്നെ കാണാൻ പറ്റും. മൾട്ടി മോളിക്കുലാർ സൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആർ നോട്ട് ഓഫ് കൊളോയിഡ് ബട്ട് ദേ അഗ്രിഗേറ്റ്, അവർ കൊളോയിഡൽ സൈസിലായിരിക്കില്ല പക്ഷെ അവർ അഗ്രിഗേറ്റ് ചെയ്തിട്ട് കൂടി ചേർന്നിട്ട് അവർ എന്തിലേക്ക് വരും, കൊളോയിഡൽ സൈസിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ദെൻ പ്രിപ്പറേഷൻ ഓഫ് കൊളോയിഡൽ സൊല്യൂഷൻ ആണ്. നമുക്ക് ലയോഫിലിക് സോളിനെ ഉണ്ടാക്കാൻ എന്താണ് വളരെ സിമ്പിളാണ്. ബിക്കോസ് എന്താണ് ലയോഫിലിക് സോളിൽ എന്താണ് സൊല്യൂഷനിൽ അവരുടെ ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയം വളരെ അട്രാക്ഷൻ കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് അവരെ തമ്മിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് സ്റ്റിയർ ചെയ്താൽ തന്നെ നമുക്ക് എന്ത് പ്രിപ്പയർ ചെയ്യാൻ ലയോഫിലിക് സോള് നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. എക്സാമ്പിൾസ് ആണ് സോൾ ഓഫ് സ്റ്റാർച്ച്, ജെലാറ്റിൻ ആൻഡ് എഗ് ആൽബുമിൻ, അതൊക്കെ എക്സാമ്പിൾസ് ആണ്. ദെൻ മെത്തേഡ് ഓഫ് ലയോഫോബിക് സോൾ ക്യാൻ ബി, നമുക്ക് ലയോഫോബിക് സോൾ എന്ന് പറഞ്ഞാൽ എന്താണ്, അവർ ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയം തമ്മിൽ അത്ര അട്രാക്ഷൻ ഉണ്ടാവില്ല, അവർ ഹെയ്റ്റിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്പെഷ്യൽ മെത്തേഡ്സ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അഡോപ്റ്റ് ചെയ്യേണ്ടി വരും. അതാണ് കണ്ടൻസേഷൻ ആൻഡ് ഡിസ്പേർഷൻ എന്ന് പറഞ്ഞാൽ. കണ്ടൻസേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ആർ ഓഫ് ഇൻ ടേംസ് ഓഫ് 4 ടൈപ്സ് ആണ്. ഹൈഡ്രോളിസിസ്, റിഡക്ഷൻ, ഓക്സിഡേഷൻ ആൻഡ് ഡബിൾ ഡീകമ്പോസിഷൻ മെത്തേഡാണ്. ഡിസ്പേർഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ടു കൺവേർട്ട് ദ പാർട്ടിസിപ്പേറ്റ് ഇൻ ടു പാർട്ടിക്കിൾസ് ഓഫ് കൊളോയിഡൽ സൈസിലേക്ക് നമുക്ക് മാറ്റണം. യൂസിങ് സ്യൂട്ടബിൾ പെപ്റ്റൈസിങ് ഏജൻറ്റിനെ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, അവരെ കൊളോയിഡൽ സൈസിലേക്ക് മാറ്റിയെടുക്കണം.
Then purification of colloidal solutions ആണ്. Colloidals contains a number of electrolyte impurities ഉണ്ട്. Electrolytic impurities ഉണ്ടാവും colloids. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ അതിനെ പ്യൂരിഫൈ ചെയ്ത് ഫസ്റ്റ് മെത്തേഡ് ആണ് ഡയാലിസിസ് by using semi permeable membrane, പിന്നെ ultra filtration by using ultra fine quality filter papers, ultra centrifugation ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. Then properties of colloids ആണ് the colligative property, the properties of solution which depends on the number of moles of solute particle present in the solution. നമ്മൾ സൊല്യൂഷനിലുള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് സൊല്യൂട്ടിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. Then osmotic pressure, elevation in boiling point ഇതൊക്കെ നിങ്ങൾ ഏത് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്? സൊല്യൂഷനിൽ പഠിച്ചതാണ്. പിന്നെ Tyndall effect പറഞ്ഞാൽ the scattering of light by a colloidal particle is known as the Tyndall effect ആണ്. Scattering of light അല്ലേ, നമ്മൾ അതൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൈ ബ്ലൂ കളറിൽ കാണാനും ഈ ടിൻഡൽ എഫക്റ്റ് കാരണമാണ്. ബിക്കോസ് എന്താണ്, ഈ സൺറൈസ് വരുന്ന സമയത്ത് നമ്മുടെ ഈ ക്ലൗഡ്സിലും അതേപോലെ ഡസ്റ്റ് പാർട്ടിക്കിൾസും അങ്ങനെ സ്കൈയിൽ കുറേ പാർട്ടിക്കിൾസ് ഉണ്ടാവും. കൊളോയിഡൽ സൈസുള്ള പാർട്ടിക്കിൾസ് തട്ടുമ്പോൾ അവർക്ക് അവിടെ എന്താണ് ഡീവിയേഷൻ സംഭവിച്ചിട്ട് അവിടെ കൂടുതലായിട്ടും ബ്ലൂ കളറാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമുക്ക് എന്ത് സ്കൈ എന്തായിട്ട് ബ്ലൂ കളറായിട്ട് അത് ടിൻഡൽ എഫക്റ്റ് കാരണമാണ്. Then Brownian moment എന്ന് പറഞ്ഞാൽ the zigzag motion of the colloidal particle is termed as the Brownian moment. Zigzag എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് ലൈനോ അങ്ങനെയൊന്നുമല്ല, അവർ ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി അങ്ങനെ ഒരു മൂവ്മെൻറ്റ് zigzag motion എന്ന് നമ്മൾ പറയുന്നത്. ഇനി ഇലക്ട്രോഫോറസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ദ മൂവ്മെൻറ്റ് ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾ ടുവേർഡ്സ് ദർ റെസ്പെക്റ്റീവ് ഇലക്ട്രോഡ്സ് ഇൻ ദ പ്രസൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. നമ്മൾ ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തിട്ട് കൊളോയിഡൽ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യിക്കുന്നതിനെയാണ് നമ്മൾ ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്നത്. Coagulation or precipitation. Coagulation is the form of aggregates form colloidal particle by the addition of suitable electrolyte is called the coagulation. അപ്പോൾ എന്താണ്, നമ്മൾ ഒരു കൊളോയിഡൽ സൊല്യൂഷൻ്റെ അഗ്രിഗേറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടി സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇലക്ട്രോലൈറ്റ്സിനെ ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് കൊയാഗുലേഷൻ എന്ന് പറയുന്നത്. Addition of an electrolyte to a lyophilic colloid result in its coagulation. അപ്പോൾ നമ്മൾ മെയിൻലി ലയോഫോബിക് കൊളോയിഡ്സിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുക സബ്സ്റ്റൻസിനെ ആഡ് ചെയ്ത് കൊയാഗുലേഷൻ നടത്താറ്. അറ്റ് ലോവർ കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ് അഗ്രിഗേഷൻ ഓഫ് പാർട്ടിക്കിൾ ഇസ് കോൾഡ് ഫ്ലൊക്യുലേഷൻ എന്ന് പറയും. ഫ്ലൊക്യുലേഷൻ ഇസ് റിവേഴ്സിബിൾ വൈൽ കൊയാഗുലേഷൻ ഇസ് ഇറിവേഴ്സിബിൾ. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് വരുന്നത് എമൾഷൻ. Emulsions are colloids in which both the dispersed phase and dispersion medium are in the liquid state. Emulsion എന്ന് പറഞ്ഞാൽ എന്താണ്, dispersed phase-ഉം dispersion medium liquid state-ലായിരിക്കും. Then type of emulsion, for example oil in water, for example milk, vanishing cream, അതൊക്കെ എന്തിന് emulsion examples ആണ്. Then emulsification എന്ന് പറഞ്ഞാൽ the process of making emulsion is called the emulsification. Emulsifier or emulsifying agent. The emulsions are generally prepared by shaking strongly with a mixture of two colloids. These emulsions are generally unstable. Oil and water are immiscible and form unstable emulsions. അപ്പോൾ നിങ്ങൾക്കറിയാം ഓയിലും വാട്ടറും എന്താണ്, അവർ സോലിബിൾ അല്ല, മിസ്സിബിൾ ആയ, അവർ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിടക്കും. അങ്ങനെയുള്ളതിനൊക്കെയാണ് എമൾഷ്യൻസ് നമ്മൾ പറയുന്നത്. ഈ emulsification is the process of converting the emulsing back into two distinct components. എമൾസ് ചെയ്ത സബ്സ്റ്റൻസിനെ അവരെ വീണ്ടും സെപ്പറേറ്റ് അവരുടെ ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് മാറ്റുന്നതിനാണ് ഡീഎമൾസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം ക്ലാസിഫിക്കേഷൻ ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് ദ അഗ്രിഗേഷൻ ഓഫ് ഡിസ്പേഴ്സ്ഡ് ഫേസ്. ആൻഡ് നമ്മൾ സൊല്യൂഷനിൽ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട് അല്ലേ, ഡിസ്പേഴ്സ്ഡ് ഫേസ്, ഗ്യാസ് ലിക്വിഡ് ആകുമ്പോൾ അതിൻ്റെ എക്സാമ്പിൾ ഫോമാണ്. ഗ്യാസ് സോളിഡ്, സോളിഡ് ഫോം, ലിക്വിഡ് ഗ്യാസ്, എയറോസോള്. ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾ നോക്കുക, വൺ വേർഡിന് ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, ദ കൊളോയിഡൽ സിസ്റ്റം ഷോ ബ്രൗണിയൻ മൂവ്മെൻറ്റ്, ടിൻഡൽ എഫക്റ്റ്, അതൊക്കെ നമ്മൾ നോക്കി. ഓക്കെ, ഇനി ആപ്ലിക്കേഷൻസ് ഓഫ് കൊളോയിഡൽ സൊല്യൂഷൻസ് ആണ്. സീവേജ് ഡിസ്പോസലിന് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഓഫ് ദ ഡേർട്ട്, മഡ്, എക്സെട്ര, അതിൻ്റെയൊക്കെ സീവേജ് ഡിസ്പോസൽ, നമ്മൾ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊളോയിഡ്സിനെ യൂസ് ചെയ്യാറുണ്ട്. ക്ലൻസിങ് ആക്ഷൻ ഓഫ് സോപ്പ് സൊല്യൂഷൻ ഇസ് എ കൊളോയിഡൽ ഇൻ നേച്ചർ. നമ്മൾ അറിയില്ല, സോപ്പ് ഡേർട്ടുമായിട്ട് മിസിൽസ് ഫോം ചെയ്യും, അതെന്താണ്, ഒരു കൊളോയിഡൽ സബ്സ്റ്റൻ്റ് ആണ്. ഇൻ റബ്ബർ പ്ലേറ്റിങ്ങിൽ നമ്മൾ കൊളോയിഡ്സിനെ യൂസ് ചെയ്യുന്നുണ്ട്. മെഡിസിൻ, നമ്പർ ഓഫ് മെഡിസിൻസ് ആ എമൾഷ്യൻസ് ആണ്.
പിന്നെ ആർട്ടിഫിഷ്യൽ റെയിൻ ക്യാൻ ബി കോസ്ഡ് ബൈ ദ spraying oppositely charged colloidal dust or sand particle over a cloud. അങ്ങനെയാണ്. പിന്നെ disinfectants ആയിട്ട് certain disinfectants like Dettol, Lysol are form of oil in water type emulsion ആണ്. പിന്നെ type of colloidal solution നോക്ക്, ക്ലാസിഫിക്കേഷൻ ഓഫ് കൊളോയിഡ്സ് ഒക്കെ നമ്മൾ നേരത്തെ പഠിച്ചു. അത് നമുക്കൊരു ഗ്രാഫായിട്ട് അവർ തന്നിട്ടുണ്ട്. ദെൻ എക്സാമ്പിൾസ് ഓഫ് കൊളോയിഡ്സ്, ബ്ലഡ്, respiration pigment which has albumin protein in water. Pigment part contains albumin that acts as the dispersed phase and the dispersion medium is water. It is a hydrosol എന്നാണ് നമ്മൾ പറയാം. പിന്നെ cloud, it contains air which is the dispersion medium and droplet of water as the dispersed phase. These are aerosol. Examples ആണ് colloids-ന്. Okay. Then എന്താണ് gold sol? It is a metallic sol in which gold particles are dispersed in water. പിന്നെ aggregates of ions നമുക്കറിയാം, നേരത്തെ പറഞ്ഞു സോപ്പ് ഒരു കൊളോയിഡ്സ് ആണ്, മിസൽസ് ഫോം ചെയ്യും. ആ ഒരു സ്ട്രക്ചറാണ് ഇവിടെ തന്നത്. സോപ്പും ഡേർട്ടും കൂടി വരുന്ന സമയത്ത് അവർ മിസൽസ് ഫോം ചെയ്തതാണ് ഈ കാണുന്നത്. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ എന്താ, ട്രൂ സൊല്യൂഷൻ കൊളോയിഡ് സസ്പെൻഷൻ്റെ ഫിഗറാണ് തന്നത്. ഓക്കെ, ഇലക്ട്രോ കൈനറ്റിക് പൊട്ടൻഷ്യലോ സെറ്റാ പൊട്ടൻഷ്യൽ, ഇതൊന്നും നിങ്ങൾക്ക് വന്നിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ കൊളോയിഡ്സിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടോപ്പിക്കുകൾ. ഓക്കെ, താങ്ക് യു.